മാധ്യമപ്രവർത്തകനെതിരെ അധിക്ഷേപ പരാമർശവുമായി ജി സുധാകരൻ എം.എൽ.എ. ചാനൽ മൈക്കുകൾ തട്ടിമാറ്റിയും കൈരളി റിപ്പോർട്ടർ വർഗീയവാദിയാണെന്നും പറഞ്ഞ അധിക്ഷേപം താൻ എവിടുത്തെ മാധ്യമപ്രവർത്തകനെന്നും ചോദ്യം. എച്ച് സലാമുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ക്ഷുഭിതനായത്. ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക അഴിമതി ആരോടാണ്? അല്ല, അവർ ഉന്നയിച്ചത് അവർ അഴിമതിയെന്ന് അവർ പറഞ്ഞത്. എച്ച് സലാമോ പറഞ്ഞത്. അതിന് ഞാനെന്താണ് എച്ച് സലാമിന്റെ കാര്യം എന്നോടൊന്നും ഇടക്കിടക്ക് ചോദിക്കുന്നത്? സാറ് വാങ്ങിയെന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത്? മുൻ എം.എൽ.എ. അല്ലായിരുന്നു സാർ അമ്പലപ്പുഴ. ആണോ? മുൻ എം.എൽ.എ. ആണ്. പോടോ പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നതിനും ഒരു വർഗീയവാദി അല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോകും. താൻ പോകാൻ പറഞ്ഞത് താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഉച്ചഭക്ഷണ വിതരണമൊക്കെ മുടക്കുന്നത് ശരിയായ കാര്യമാണോ? ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്? ഇതാണോ പത്രക്കാരുടെ? ഞാൻ സംസാരിച്ചല്ലോ, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ട? വഴക്കോട്ടൊക്കെ പറ്റിരിക്കുക എന്തല്ലേ? എന്നല്ല അവിടെ കാണിച്ച പോക്കത്തന്നെ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖനാണ് ഓർത്തോണം. മേലാൽ എൻ്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. താൻ എം.എൽ.എ. തന്റെ എം.എൽ.എ. ഒന്നും അല്ല. താൻ തന്റെ എം.എൽ.എ. അല്ല. അമ്പലപ്പുഴ എം.എൽ.എ. തന്റെ ഔദാര്യമാണ്. പിന്നെ നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വോട്ട് ചെയ്താലാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വേണ്ട ഷാജഹാനെ, വേറെ വല്ല പണിയും പോയി നോക്കിയല്ലേ? ഏജൻസി പണിയൊന്നും വേണ്ട. കാര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. നിർത്തി, നിങ്ങളുമായിട്ടുള്ളത് നിർത്തി. എന്താ വിശദാംശങ്ങളുമായി ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, വളരെ മോശമായ രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത്. വർഗീയവാദി എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള പരാമർശം കൂടി നടത്തുന്നു. ഏത് സന്ദർഭത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം? അതായത് എച്ച് സലാമിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ജി സുധാകരൻ പ്രകോപിതനാകുന്നത്. കൈരളിയുടെ മാധ്യമപ്രവർത്തകനെ ഇത്തരത്തിൽ വർഗീയവാദി എന്നടക്കം പരാമർശിക്കുന്ന തരത്തിലുള്ള നിലയിലേക്ക് ജി സുധാകരൻ സംസാരിച്ചു. മാത്രമല്ല, തന്റെ അടുത്ത് വന്നു പോകരുത്, തന്റെ എം.എൽ.എ. അല്ല ഞാൻ എന്നടക്കമുള്ള അത്തരത്തിലുള്ള പ്രകോപനപരമായ സംസാരമായിരുന്നു, അല്ലെങ്കിൽ വാക്കുകളായിരുന്നു ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മൈക്കുകൾ തട്ടിമാറ്റി അദ്ദേഹം മുന്നോട്ട് നടന്നു പോവുകയായിരുന്നു. മുൻപ് വർഗീയ സംഘടനയിൽ പ്രവർത്തിച്ച കാര്യം തനിക്കറിയാമെന്നടക്കമുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളായിരുന്നു കൈരളി റിപ്പോർട്ടർക്ക് നേരെ ജി സുധാകരൻ ഉന്നയിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എച്ച് സലാമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ എച്ച് സലാമിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ്. എച്ച് സലാമിന് വിവരമുണ്ടോ എന്നായിരുന്നു ജി സുധാകരൻ ചോദിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പിരിച്ച പണത്തിന് കണക്ക് വെളിപ്പെടുത്തിയാൽ സലാം ഇന്ന് പാർട്ടിയിൽ ഉണ്ടാകില്ല. CPIM അമ്പലപ്പുഴയിലുള്ളതെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്നും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലെ പാർട്ടിയിൽ ഇനി പുല്ല് പോലും കിളിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് എന്തായാലും ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രകോപനപരമായ സംസാരമാണ്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രകോപിതനാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതിച്ചോറ് വിതരണം അതുപോലെ തന്നെ എച്ച് സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രധാനമായും ഉന്നയിച്ച ചോദ്യങ്ങൾ. അഖില, ശരി, വളരെ ക്ഷുഭിതനായിട്ടാണ് ജി സുധാകരൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.